അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം സ്നേഹിക്കപ്പെട്ട ദൈവമക്കളുടെ മധ്യത്തിൽ എളിയവനായ എനിക്കും ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ലഭിച്ച അവസരമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ വാത്സല്യപൂർവ്വം ക്ഷണിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകൻ പാസ്റ്റർ അലക്സാണ്ടർ അവറുകൾ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പ്രിയ ലില്ലിക്കുട്ടി മാമ, സഭാ പാസ്റ്റർ ഗീവർഗീസ്, ഡിസ്ട്രിക്ട് പാസ്റ്റർ ജോയി ചാക്കോ അവറുകൾ, മറ്റ് ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെയ്ത്ത വധു ഡെയ്സി ഷാമുവേൽ, പിതാവ് ഷാമുവേൽ കുട്ടി, കർത്തൃദാസി അന്നമ്മ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ കെ പി ചെറിയാൻ, പാസ്റ്റർ സണ്ണി തോമസ്, പാസ്റ്റർ ഷാമുവേൽ, പാസ്റ്റർ ജാനസ്, പാസ്റ്റർ പ്രസാദ്, പാസ്റ്റർ എം കെ ജോൺ, പാസ്റ്റർ സി യോഹന്നാൻ, ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ സിൽവാനോസ്, പാസ്റ്റർ ചെറിയാൻ തുടങ്ങി അനേക ദൈവദാസന്മാരുടെ വിലപ്പെട്ട സാന്നിധ്യം ഈ സ്റ്റേജിലുണ്ട്. എനിക്കുമ്പേ ദൈവദിനം പ്രസംഗിച്ച ഞങ്ങളുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റർ വി പി തോമസ് അവറുകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഒരു മെസ്സേജ് നാം ഇവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നല്ലോ. കർത്താവ് എല്ലാ അഭിഷിക്ത ദൈവദാസന്മാരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയെക്കുറിച്ചും അതിന്റെ പാവനത്വത്തെക്കുറിച്ചുമാണ് എൻ്റെ സഹപ്രവർത്തകൻ പാസ്റ്റർ വി പി തോമസ് ഇവിടെ അല്പം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് അല്പകാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടും സ്തുതി ആരാധനയോടും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത് ഒരു വിവാഹ ആരാധനയാണ്. ഈ ആരാധനയിൽ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ഉയർന്നെങ്കിൽ മാത്രമേ ആരാധനയായി മാറുകയുള്ളൂ. നമ്മളെ ഊമം പിടിച്ച് വായുമടക്കി ഇങ്ങനെ ഇരുന്നാൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ എഴുന്നള്ളത്ത് ഷെക്കീന നമ്മുടെ മേൽ നിഴലിടണമെങ്കിൽ ഇവിടെ ആരാധന വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാവും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്നായി സ്തുതിക്കുന്ന ആരാധിക്കുന്ന രണ്ട് സഭാവിഭാഗങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇന്ന് വിവാഹ ബാന്ധവത്തിൽ കൂടെ ഒത്തുചേരുവാൻ പോകുന്നത്. ചർച്ച് ഓഫ് ഗോഡ് ആത്മീക ആരാധനയിലും ദൈവവചന വിശുദ്ധിയിലും വേർപാടിന്റെ ഉപദേശങ്ങളിലും ഇന്ത്യയിൽ ലോകത്തിൽ 172 പരം രാജ്യങ്ങളിൽ ശക്തമായി നിൽക്കുന്ന ഒരു അന്തർദേശീയ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പിനും വിശുദ്ധിക്കും വിശുദ്ധിയുടെ പ്രമാണങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന മറ്റൊരു ചർച്ച് ലോകത്തിൽ മറ്റൊന്നില്ല. അതിന്റെ അവകാശവാദം ചർച്ച് ഓഫ് ഗോഡിന് മാത്രമാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചർച്ച് ഓഫ് ഗോഡ് ആരെങ്കിലും ഒരു സ്തോത്രം പറ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നന്നായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് എബ്രായ ലേഖനം 13:4 പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഐമേനി മുതൽ തിരുമേനി വരെയുള്ള എല്ലാവർക്കും വിവാഹം മാന്യമാണ്. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പുരോഹിതനായ അഹരോൻ ഉൾപ്പെടെ, പുതിയ നിയമത്തിൽ സഭകളുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന പത്രോസ് ഉൾപ്പെടെ, ശേഷ അപ്പോസ്തലന്മാരുൾപ്പെടെ ഭാര്യമാരോടുകൂടെ സഞ്ചരിച്ച് കർത്തൃവേല ചെയ്തതായി കൊരിന്ത്യർ ലേഖനം 9:5 പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ
അപ്പോസ്തലന്മാർ വിവാഹം കഴിച്ച് ഭാര്യമാരോട് കൂടെ കർത്തൃവേല ചെയ്ത് സായുജ്യമടഞ്ഞവരാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ശുശ്രൂഷ തികച്ചവരാണ്. യേശു കർത്താവും ഒരു മണവാട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊരാത്മീക വിഷയമാണ്. എങ്കിലും ഏറ്റവും പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. അതാരംഭിച്ചതൊരു മാനുഷിക ബുദ്ധിയല്ല, അതിനടിസ്ഥാനമിട്ടതൊരു മാനുഷിക കരമല്ല, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം തന്നെയാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ആദാം കണ്ടെന്നല്ല, സൃഷ്ടിതാവായ ദൈവം കണ്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഏറ്റവും പഴക്കമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഭൂമിയിലുള്ളൂ, അതാണ് കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഒരു പുത്തൻ കുടുംബം ഇന്ന് പകൽ ഇവിടെ രൂപപ്പെടുവാൻ പോകുമ്പോൾ ഏറ്റവും അധികം പ്രസാദിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ ദൈവവചനാടിസ്ഥാനത്തിൽ വിശുദ്ധന്മാരുടെ അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനയാൽ, പ്രസംഗത്താൽ, ശുശ്രൂഷയാൽ, ദൈവസഭയുടെ അംഗീകരണത്താൽ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന എന്റെ പ്രിയ മകൻ ജോ അലക്സ്, അതുപോലെ മകൾ ഡെയ്സി, ശക്തമേറിയ ഒരു പദവിയിലേക്ക് ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൊമോഷൻ. എന്താ പുഞ്ചിരി വരാത്ത? ആമേൻ. മൈനസ് അല്ല, പ്ലസ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സന്തോഷത്തിൽ അഭിമാനത്തോടിരിക്കണം, തന്റെ ഇടത്തോടിരിക്കണം. കാരണം ചർച്ച് ബോർഡിന്റെ നേതാവ് നിശ്ചയിച്ചതല്ല വിവാഹം. TPMന്റെയോ IPCയുടെയോ AGയുടെയോ നേതാക്കന്മാർ നിശ്ചയിച്ചതല്ല. ഇത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം അടിസ്ഥാനമിട്ടതാണ്. അതിന്റെ അഭിമാനത്തോടും അതിന്റെ തന്റെ ഇടത്തോടും വേണം വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ. അതിലൊട്ടും ലജ്ജിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. നല്ല തന്റെ ഇടത്തോടെ രണ്ടുപേരും തലപൊക്കി പുഞ്ചിരിച്ച് അഭിഷേകത്തോടെ ഇരിക്കണം. കേട്ടോ മോളെ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കണം. ദൈവ സാന്നിധ്യത്തിന്റെ ഷെക്കീന ഈ ദീപ ഓഡിറ്റോറിയത്തിൽ ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. ഗ്ലോറി. എല്ലാവരും അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവ സാന്നിധ്യത്തെ ആദരിക്കുന്ന സ്തോത്രം. ദൈവമക്കളുടെ വിശുദ്ധ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് അഭിഷിക്ത എളിയവനായി ഞാൻ ഇന്ന് പകലെ ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്നത്. അതിന്റെ അഭിമാനം എനിക്കുണ്ട്, അതിന്റെ പ്രാഗൽഭ്യം എനിക്കുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. 1200 പരം വിവാഹ ശുശ്രൂഷകൾ ഈ ശബ്ദം കൊണ്ടും എളിയ കരം കൊണ്ടും 82 മുതൽ ആശീർവദിച്ച് അനേക കുടുംബങ്ങൾക്ക് ആശീർവാദത്തിന്റെ പ്രാർത്ഥന നൽകി അനുഗ്രഹിച്ചയച്ച എളിയവനായ ഞാൻ മറ്റൊരു കുടുംബത്തിനു കൂടെ ഇന്ന് ആശീർവാദത്തോടെ അനുഗ്രഹം അയച്ച് കൊടുത്ത് അഭിഷിക്ത ആത്മാവിൽ പരിശുദ്ധ കുടുംബജീവിതത്തിന്റെ പാവനത്വത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുമ്പോൾ എനിക്കും അതിന്റെ ആത്മാഭിമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിച്ച ഞങ്ങൾ ശുശ്രൂഷ നടത്തിയ ദമ്പതിമാർ അവർ വേർപെട്ടു പോയി. അവർ സെപ്പറേറ്റായി താമസിക്കുന്നു. അവർ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. അവർ കുടുംബ കോടതിയിൽ നിൽക്കുന്ന കണ്ടു. അവർ വക്കീലിനെ അന്വേഷിച്ചു പോയി. അവർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോയി, കൗൺസിലിങ്ങിന് പോയി എന്നൊക്കെ കേട്ടാൽ ഞങ്ങളുടെ മാംസത്തിൽ കൂടെ ഒരു വാൾ കടന്നു പോകുന്ന പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അതരുത്, അങ്ങനെ സംഭവിക്കരുത്. മക്കളെ, നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ മാതൃകയോടെ ജനിച്ചു വളർത്തപ്പെട്ട നിങ്ങൾ, ആ മാതാപിതാക്കൾ കാണിച്ച മാതൃക നിങ്ങൾ ഉൾക്കൊണ്ട് ഈ ശ്രദ്ധമേറിയ പദവി തലമുറകൾക്ക് കൈമാറണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വെച്ച് ഒരു പരാജയം ഉണ്ടാകരുത്, ഇതൊരു വിജയമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം.
Matthew chapter 19 verse 3 to 6. The God joins them together. ദൈവം നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ആരാ മോനെ യോജിപ്പിക്കുന്നത്? ആരാ മോളെ? ദൈവം. ദൈവമാണ് യോജിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുക ദൈവമാണ്. Romans chapter 7 verse 3 to 5. The law, the doctrine joins them together. നിങ്ങളെ തമ്മിൽ ഒരു പ്രമാണം യോജിപ്പിക്കുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന പ്രത്യേക പദം പത്രന്യായപ്രമാണം എന്നാണ്. പത്രന്യായപ്രമാണത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെടുന്നു. ഒരു പ്രമാണം നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Malachi chapter 2 verse 14-15. The covenant joins them together. ഒരു ഉഭയസമ്മതത്താൽ എൻ്റെ മക്കൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. ദൈവത്താലും പ്രമാണത്താലും ഉഭയസമ്മതത്താലും ഈ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ട ഈ വേദശാസ്ത്രത്താൽ രണ്ടാത്മക്കളായ നിങ്ങൾ അദൃശ്യമായ രണ്ട് മനസ്സുകൾ തമ്മിൽ ഇന്ന് പകൽ വിവാഹ ബാന്ധവത്തിൽ ഒന്നിച്ചു ചേർക്കപ്പെടുമ്പോൾ നിങ്ങളെ യോജിപ്പിച്ചത് പൊന്നല്ല, മിന്നല്ല, മന്ത്രമല്ല, മന്ത്രകോടിയല്ല, കൊട്ടല്ല, കുരവയല്ല, തീയല്ല, മലരല്ല, ചരടല്ല, കെട്ടല്ല. നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് ആത്മാവാം ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, വിവാഹം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അടയാളം വേണ്ടേ? വേറെ കല്യാണാലോചന വരത്തില്ലേ? ഇല്ല മക്കളെ, വരത്തില്ല. മോനെ ജോ, വരത്തില്ല. മോളെ ഡെയ്സി, ഇന്ന് മുതൽ നീ പരീക്ഷിച്ചു നോക്കി, ഒറ്റ ആലോചനയും നിനക്ക് വരത്തില്ല. മോനും വരത്തില്ല. അടിവരയിട്ട് നോക്കിയോ, ആരും നിന്റെ പുറകെ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞ് വരത്തില്ല. പക്ഷെ വരും. കല്യാണം കഴിച്ചില്ലെന്നുള്ള ചില പ്രകടനങ്ങളൊക്കെ നീ നടന്നാൽ നിനക്കും വരും. കല്യാണം കഴിച്ചില്ല, ഒരു യുവാവിനെ തേടിയൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഭാവമൊക്കെ നീ ഇങ്ങനെ വെളിപ്പെടുത്തിയാൽ ആലോചന വരും. കൊച്ചു കല്യാണം കഴിച്ച അല്ലെന്ന് തോന്നുന്നെന്നും പറഞ്ഞ്. എന്നാൽ നിനക്കൊരു ഭർത്താവുണ്ട് എന്ന് പൂർണ്ണ ഉറപ്പ് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാതൃകാ ജീവിതം എല്ലാ തലങ്ങളിലും, നോട്ടത്തിലും, ഭാവത്തിലും, നടപ്പിലും നീ വെളിപ്പെടുത്തിയാൽ ഒരാലോചനക്കാരനും നിന്റെ പുറകെ വരത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതിന് സാക്ഷി ഞാനും അലക്സാണ്ടർ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരും ഒക്കെയാണ്. കാരണം ഞാൻ വിവാഹം കഴിച്ചിട്ട് 38 വർഷം പിന്നിടുന്നു. ഭാര്യ ഇന്നുമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 73 ശേഷം ആലോചന വന്നില്ല. എന്നാ സ്തോത്രം വരാത്തെ? നെറ്റിക്ക് എഴുതി വെച്ചില്ല കല്യാണം കഴിച്ചതാണെന്ന്. പക്ഷെ 73 മുമ്പ് എനിക്ക് 10-20 കല്യാണാലോചനകൾ വന്നു. പക്ഷെ കല്യാണം കഴിച്ച ശേഷം ആരും ആലോചനയും കൊണ്ട് എൻ്റെ അലസ്റ്റ വന്നില്ല. എന്താന്ന് എനിക്കറിയാൻ മേല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയ്ക്കും വന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അടയാളമല്ല വരാഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഡെയ്സിമോളുടെ പപ്പായ്ക്ക് വേറെ ആലോചന വന്നായിരുന്നോ കല്യാണം കഴിച്ച ശേഷം? ഇല്ല, അദ്ദേഹത്തിന് വന്നില്ല. പ്പെട്ട ഒരു കുടുംബത്തിൽ നീ ജന്മം കൊണ്ടു. ആ കുടുംബത്തിൽ നീ വാത്സല്യ മകളായിരുന്നു. ഒരുപാട് നിന്റെ അമ്മ നിന്നോട് ക്ഷമിച്ചു ഇല്ലേ? പാത്രം താഴെയിട്ട് പൊട്ടിച്ചപ്പം അല്ലേ? അടിച്ചോ? ഇല്ല, സാരമില്ല മോളെ എന്ന് പറഞ്ഞില്ലേ? പല കുരുത്തക്കേടുകൾ നീ കാണിച്ചപ്പോഴും ഡാഡിയും മമ്മി എന്ത് ചെയ്തു? നിന്നോട് ക്ഷമിച്ചില്ലേ? ഒരുപാട് ക്ഷമിച്ചു. ജന്മം കൊണ്ട് മകളായിത്തീർന്ന ഭവനത്തിൽ ഒരുപാട് ക്ഷമയും പരിഗണനയും നിനക്ക് കിട്ടി. എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ. പക്ഷേ നിന്റെ ഭർതൃഗ്രഹത്തിൽ ജനനം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന പദവിയല്ല മകൾ എന്നുള്ള പദവി. അത് നിയമത്താൽ ലഭിക്കുന്നതാണ്. ജന്മം കൊണ്ട് നിന്റെ ഭവനത്തിൽ ലഭിച്ച പരിഗണനകളും ക്ഷമകളും പ്രാരംഭ ദശയിൽ നിയമം കൊണ്ട് മകളായിത്തീർന്ന ഭവനത്തിൽ പെട്ടെന്ന് നീ പ്രതീക്ഷിക്കരുത്. പിടികിട്ടിയല്ലോ? നിന്റെ അമ്മ ക്ഷമിച്ചതുപോലെല്ലാം ഇവന്റെ അമ്മ ക്ഷമിക്കുമെന്ന് പെട്ടെന്ന് നീ ധരിക്കരുത്. കാരണം ജന്മം കൊണ്ട് നിനക്ക് ലഭിച്ച പരിഗണനയും ക്ഷമയും നിയമം കൊണ്ട് മകളായി തീരുവാൻ പോകുന്ന ഭവനത്തിൽ വേഗം പ്രതീക്ഷിക്കരുത്.
അത് നീ നേടിയെടുക്കേണ്ടവളാണ്. പ്രൈസ് ദി ലോർഡ്. അതിനല്പം നീ ത്യാഗം അനുഭവിക്കണം. പ്രാർത്ഥന കൊണ്ടും വിധേയത്വം കൊണ്ടും സ്നേഹം കൊണ്ടും പരിപാലനം കൊണ്ടും പാചകം കൊണ്ടും ദീർഘക്ഷമ കൊണ്ടും സൗമ്യത കൊണ്ടും ഭവ്യത കൊണ്ടും ഒക്കെ താഴ്മ ധരിച്ചുകൊണ്ട് സ്തോത്രം സാമർത്ഥ്യത്തോടെ നിന്ന് ആ ഭവനത്തിൽ നീ ഒന്നാമത്തവളായി മാറണം. പ്രൈസ് ദി ലോർഡ്. കഴുത്തിന് ചുറ്റും നാക്കും സാമർത്ഥ്യവും വെല്ലുവിളികളും തന്റെ ഇടവും തിരുത്തൽ സമ്പ്രദായവും കാണിച്ച് ആ ഭവനത്തിൽ നീ ഒന്നാമത്തവളാകാൻ നോക്കരുത്. നീ പരാജയപ്പെടും. ഞാൻ മുമ്പേ പറഞ്ഞ വസ്തുതകൾ ഉൾക്കൊണ്ട് ഒന്നാമത്തവളാകാൻ ശ്രമിച്ചാൽ ആ ഭവനത്തിൽ നീ വിജയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പല പ്രതീക്ഷകൾ കുടുംബജീവിതത്തിൽ നിനക്കുണ്ട്. നിന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം, അവന്റെ മാതാപിതാക്കൾ നിന്നോട് എങ്ങനെ ഇടപെടണം, ഇവന്റെ സഹോദരങ്ങൾ നിന്നോട് എങ്ങനെയായിരിക്കണം, അങ്ങനെ ചില സ്വപ്നങ്ങൾ നിന്റെ ഹൃദയത്തിൽ നീ വച്ചു പുലർത്തുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പൂവണിയും എന്ന് നീ ധരിക്കരുത്. എന്നാൽ ചില നാളുകൾ കൊണ്ട് അതൊക്കെ നിനക്ക് സ്വന്തമാക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിൽ ചെന്നാലുടൻ എൻ്റെ പൊന്നുമോള് ചെയ്യേണ്ടത് ഇവനെ സ്വന്തമാക്കുക മാത്രമല്ല, ഇവന്റെ അമ്മയെ കൂടെ നീ സ്വന്തമാക്കണം. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, പാവമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ അമ്മയെ കൂടെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ, സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അമ്മയെ കെട്ടിപ്പിടിച്ച് ചുമനം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. സാമർത്ഥ്യത്തോടെ നിന്നുകൊണ്ട് എല്ലാറ്റിനും ആ അമ്മയോടൊരു മൂപ്പ് ചോദിച്ചേക്കണം. മനസ്സിലായല്ലോ? കൂടുതൽ ദിവസം കൊണ്ട് നിൽക്കേണ്ടി വരികയല്ല, വിദേശത്തൊക്കെ ആയിരിക്കുമെങ്കിലും നിൽക്കുന്ന അവസരത്തിൽ അമ്മയുടെ സ്നേഹം പിടിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ നമുക്ക് പിടികിട്ടിയോ? എന്തോ, ഒരു ബിരിയാണി വെച്ചാൽ, ഒരു മീൻകറി വെച്ചാൽ, ഒരു ചായ ഇട്ടാൽ എല്ലാറ്റിനും അമ്മയോട് പഞ്ചസാര ഇത്രയും മതിയോ മമ്മി, തേയില ഇത്രയും വേണോ, ഉപ്പ് ഇത്രയും വേണോ, ബിരിയാണിക്ക് മസാല ഇത്രയും ചേർക്കണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചേക്കണം. നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. അമ്മയങ്ങ് പൊങ്ങും മോളെ. പ്രൈസ് ദി ലോർഡ്. അതനുസരിച്ച് നിന്നെ അങ്ങ് സ്നേഹിക്കും. സ്നേഹിച്ചിട്ട് അവനോട് ചെന്ന് എന്തോ പറയുമെന്നറിയാമോ? എൻ്റെ പൊന്നുമോനെ, ദൈവം കൊണ്ട് തന്നതാടാ, നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടടാ, ആ ആലോചിച്ച പാസ്റ്റർക്ക് എന്തെങ്കിലും കൂടെ കൊടുക്കണേടാ. പ്രൈസ് ദി ലോർഡ്. എത്ര നന്നായിരിക്കുന്നു, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്നാൽ ദൈവം തന്നതാ, നീ പൊന്നുപോലെ നോക്കിക്കോണം, അവളെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ, അവളെ നന്നായി സൂക്ഷിച്ചോണം എന്നൊക്കെ അമ്മ ഇവനോട് പറഞ്ഞു കൊടുക്കും. ഇവന് ഇവന്റെ ഡാഡിയേക്കാൾ പേടി ഇവന്റെ അമ്മയാ. ഞാനിപ്പോ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ അവൻ പറയട്ടെ, ഡാഡിയെ പല വിധത്തിൽ അവൻ ഉഴപ്പും, പക്ഷെ അമ്മയെ ഉഴപ്പാനൊക്കത്തില്ല. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഇവൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ തിക്താനുഭവം അവൻ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മയെ പേടിയാ. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഇവന്റെ ഹൃദയത്തിൽ കിടക്കും. അമ്മ ഇത്രയും കാര്യം പറഞ്ഞാൽ നിന്റെ ജീവകാലം മുഴുവൻ, ആ അമ്മ മരിച്ചു പോയാലും ജീവകാലം മുഴുവൻ അമ്മ പറഞ്ഞതിൻ്റെ മാറ്റൊലി, ആ തികട്ട് ഇവന്റെ ഹൃദയാന്തർഭാഗത്തിൽ തുളുമ്പി നിൽക്കും. ആ സ്നേഹം എന്നും ഇവൻ നിന്നോട് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറിച്ച് മോളങ്ങോട്ട് ചെന്നൊരു തിരുത്തൽ സമ്പ്രദായം ഒക്കെ നടത്തി, ഇത് ഇവിടാണോ വെക്കുന്നത്, ഈ തള്ളയ്ക്ക് എന്തോ അറിയാം, നിങ്ങൾ കുറെ നാളായിട്ട് അടുക്കള ഭരിക്കുന്നില്ലേ, അങ്ങോട്ട് ഇറങ്ങി നിൽക്ക്, ഞാനൊന്ന് ഭരിച്ച് കാണിക്കാം, ഇതെന്തോ ഇത് വെച്ചിരിക്കുന്നത്, ബിരിയാണി ഇങ്ങനെയാണോ വെക്കുന്നത്, മീൻകറി ഞാൻ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ കടപ്രായിൽ മീൻകറി വെക്കുന്നത് ഞാനിപ്പോൾ കാണിക്കാം, പുളി ഇത്രയും വേണോ കാണിച്ചാൽ ഈ അമ്മ എന്നവനോട് പറയുന്നത് ഞാൻ പറയാം, കാലേ കൂട്ടി പറയാം, മോനെ നെഞ്ചത്തൊരു അലയൊക്കെ അലച്ചിട്ട്, മോനെ ചതിച്ചല്ലോടാ, എന്താ മമ്മി, ഓ എൻ്റെ പൊന്നുമോൻ ഇത് കിട്ടിയല്ലോടാ, നിന്റെ തലയിൽ ആരാടാ ഇത് പിടിച്ചു വെച്ചത്,
ആ പാസ്റ്റർ ചതിച്ചതാടാ, നീ അനുഭവിച്ചോടാ, എനിക്ക് വല്ലാതെ വരുന്നു മോനെ, എൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുന്നു, എൻ്റെ പൊന്നുമോൻ അനുഭവിക്കണമല്ലോ ആടാ. എന്തോ പറ്റി മമ്മി? ഞാനൊന്നും പറയുന്നില്ലടാ, നീ അനുഭവിച്ചോ. വേറെ ഏതാണ്ട് വരാനിരുന്ന കാലത്താടാ നിനക്കിത് കിട്ടിയത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ, പറയത്തില്ല, പറഞ്ഞു പോയാൽ ആ ചിന്ത എന്നും ഇവന്റെ ഹൃദയത്തിൽ കിടക്കും. നീ എത്ര അവനെ സ്നേഹിച്ചാലും അമ്മ പറഞ്ഞതിൻ്റെ മാറ്റൊലി ഇവന്റെ ഹൃദയത്തിൽ നിന്നിൽ നിന്നും ഒരകൽച്ച ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമ്മയിൽ എന്തെങ്കിലും പരിജ്ഞാനക്കുറവോ ബലഹീനതകളോ പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടോ എന്തൊക്കെ നിനക്ക് അനുഭവപ്പെട്ടാലും ആ അമ്മയെ നീ ഒരുപാട് പുകഴ്ത്തണം, മാനിക്കണം, ആദരിക്കണം. അതിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മമാർക്കൊക്കെ ഇപ്പൊ എന്നോട് എന്നെ സ്നേഹമായെന്നറിയാം. എല്ലാ അമ്മമാരും ഓർക്കണം, കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി പദ്ധതികൾ തയ്യാറാക്കാനും സ്വതന്ത്രമായി താമസിക്കുവാനും അവരുടെ സീക്രട്ട് കാര്യങ്ങൾ ഇടപെടാതെ മാറി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സതുപദേശങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനല്ലാതെ ആവശ്യമില്ലാത്ത അവരുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ കൈകടത്തി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് അവരെ പരസ്യകൊലമാക്കുവാൻ ഒരമ്മയും തുനിയരുത്. അത് അപകടമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ മകൻ നിന്നോട് കാണിച്ച ആദരവും സ്നേഹവും വാത്സല്യങ്ങളും കല്യാണം കഴിച്ച് അത്രത്തോളം നീ പ്രതീക്ഷിക്കരുത്. കാരണം അവനൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടി എന്ന കാരണത്താൽ അവന്റെ സ്നേഹം അവളിലേക്ക് പകർന്നു കൊടുക്കുന്നെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ആകാവൂ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുമോ? ആമേൻ. നിന്റെ ഭർത്താവിനെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും സന്ദർഭമുണ്ടായാൽ മോളെ നീ ഒരു കാര്യം ചെയ്യണം. അതിനായുസ് കൂട്ടരുത്. അവൻ ബെഡ്റൂമിൽ വരാതെ, ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിക്കാതെ, അവൻ ഞെരങ്ങിയും മൂളിയും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ച് നിന്നോട് മിണ്ടാട്ടമില്ലാതെ അകന്നകന്ന് നിൽക്കുന്ന കണ്ടാൽ അതൊരിക്കൽ ഒന്നുകൂടെ അകറ്റിക്കളയുന്നവളായിട്ടല്ല, നീ അധികാരത്തോടെ അവന്റെ കൈക്ക് പിടിക്കണം. അധികാരത്തോടെ. ഇവന്റെ ശരീരത്തിന്മേൽ ഇന്നു മുതൽ നിനക്കാണ് അധികാരം, മറ്റാർക്കുമല്ല. അധികാരത്തോടെ കൈപിടിക്കണം. അതിന് നീ ഇടം വലം നോക്കണ്ട, ആരുടെ അനുവാദം ചോദിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവൻ എന്തുമാത്രം നിന്നോട് ദേഷ്യമുണ്ടോ അതൊന്നും നീ കണക്കാക്കണ്ട. അധികാരത്തോടെ കൈ പിടിക്കണം. മനച്ചാ എന്താ വിളിക്കേണ്ടത്? അങ്ങോട്ട് ചെറിയ അനങ്ങുന്നേ ഉള്ളല്ലോ. പ്രൈസ് ദി ലോർഡ്. ഡാഡിന്നും പപ്പായെന്നും കയറി വിളിക്കരുത് കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ വെളിയിലൊക്കെ വരും. ഇപ്പൊ ഡാഡി, പപ്പ, നമ്മളെ കല്യാണം നടത്തിയ പാസ്റ്റങ്കിൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കരുത്. ജോമനച്ചാന്ന് മാത്രം വിളിച്ചാൽ മതി. യജമാനൻ എന്നുള്ള ബഹുമാനത്തിൽ അങ്ങനെ വിളിച്ചാൽ മതി. ഡാഡി പപ്പ വിളിയൊക്കെ മക്കള് നടത്തിക്കോളും കേട്ടോ. അത് അവരുടെ പദവിയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തോത്രമൊക്കെ നിർത്തിയല്ലോ. ഡാഡി മമ്മി ഡാഡി പപ്പ വിളിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഇന്ന് ആ വിളി സ്റ്റോപ്പ് ചെയ്തേക്കാൻ. അത് മക്കൾക്കുള്ള അവകാശമാണ്. ഡാഡി പപ്പ. പ്രൈസ് ദി ലോർഡ്. ഇത് തുല്യ പാർട്ട്ണർഷിപ്പാ. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ആമേൻ. നിങ്ങൾ കഷ്ടപ്പെട്ട് വിയർത്ത് ഒലിച്ച് മരുഭൂമിയിലും മറ്റും അധ്വാനിച്ച് ഹോസ്പിറ്റലിലും, മോടെ ജോലി എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, ഹോസ്പിറ്റലിലോ മറ്റേതെങ്കിലും മേഖലകളിലോ അധ്വാനിച്ചും ഉറക്കമിളച്ചും ഡബിൾ ഡ്യൂട്ടി ചെയ്തും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പണം ഏതൊരു അഡ്വക്കറ്റിനോ കോടതിക്കോ പോലീസിനോ മറ്റേതെങ്കിലും മേഖലകളിൽ കൊടുത്ത് സ്തോത്രം നിങ്ങൾ ഹോമിക്കപ്പെടരുത്. നിങ്ങളുടെ അധ്വാന ഫലം, നിങ്ങളുടെ അനുഗ്രഹത്തിന് ദൈവം തരുന്നത്, അത് നന്നായി നിങ്ങൾ തലമുറ അനുഭവിക്കുകയും അതിൻ്റെ ഓഹരി കർത്തൃവേലയ്ക്ക് മാറ്റിവെക്കേണ്ടവരുമാണ്. അതൊരിക്കലും അന്യധാന്യപ്പെട്ട് മറ്റൊരു മേഖലയിലേക്ക് ഒഴുകിപ്പോകരുത്. അത് ദൈവസന്നിധിയിൽ അനുഗ്രഹമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ പോക്ക് സ്റ്റോപ്പ് ചെയ്ത് ഭർത്താവിനോട് ഒരു സോറി പറയാൻ തയ്യാറായിക്കോണം. സ്തോത്രം. ശ്രദ്ധിക്കൂ മക്കളെ, നിന്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, കീഴ്പ്പെടുവാൻ
അനുസരിപ്പാൻ, ഭയപ്പെടുവാൻ ആഴമായ പ്രതിഷ്ഠ ഡെയ്സിമോളെ നിനക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില സഹോദരിമാരുണ്ട് മറ്റു പുരുഷന്മാരെ കീഴ്പ്പെടുകയും അനുസരിക്കുകയും അവർ പറയുന്നത് വേഗം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം. പക്ഷേ സ്വന്തം ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ മൈൻഡ് ചെയ്യാത്തവർ. അപകടമാണ് മോളെ. ഏതൊരു പുരുഷനും നിന്നോട് എന്തു പറഞ്ഞാലും അനുസരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി നിന്റെ ഭർത്താവ് പറയുന്നത് മാത്രം നീ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവനാണ് നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ഭാര്യയായി സ്വീകരിച്ചത്. സ്തോത്രം. മോനോട് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ദൂത് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ ജോമോനോട് പറയുന്നു, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോ അലക്സ് ശാമുവേൽ, ശ്രദ്ധിക്കും മോനെ. സ്വന്തം കുടുംബത്തെയും സാഹചര്യങ്ങളെയും മാതാപിതാക്കളെയും ആരാധിച്ചു വന്ന സഭയെയും കൂട്ടത്തെയും ഒക്കെ വിട്ട് ഈ മകൾ ഇന്ന് രാവിലെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് കണ്ണുനീരോടെ മാതാപിതാക്കൾക്ക് ചുമനം കൊടുത്ത് വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ഇവൾ നിന്നെ മാത്രമാ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. നിന്റെ പിതാവിനെയോ മാതാവിനെയോ സഹോദരങ്ങളെയല്ല, നിന്നെ ഒരുത്തനെ മാത്രമാ. നീ ഇവൾക്ക് എന്നും ഒരു വിശ്രാമമായിരിക്കണം. പരസ്യമായി ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഭക്ഷണമേശയിൽ ഇവളെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ മറ്റുള്ള മധ്യത്തിൽ വെച്ച് ഇതെന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ് നീക്കിവെക്കുകയോ എറിയുകയോ ഒന്നും ചെയ്യരുത്. സ്തോത്രം. ഇവളുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പോൾ ഒരു മുടി കിടന്നെന്ന് വരാം, ഒരു കല്ല് കടിച്ചെന്ന് വരാം. 10 പേർ ഒന്നിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് സ്തോത്രം പരസ്യമായി ആ മുടി പൊക്കി കാണിച്ച് ആ കല്ല് ചവച്ച് പല്ലിൽ തട്ടിയത് എടുത്ത് മേശപ്പുറത്ത് വെച്ച് നോക്കടി എന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. അതൊക്കെ പരിജ്ഞാനമില്ലാത്ത പുരുഷന്മാരുടെ ലക്ഷണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവളെ തിരുത്താം. നിങ്ങൾ ബെഡ്റൂമിലായിരിക്കുമ്പോൾ, നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ മുടിയുടെ കാര്യം പറയാം, കല്ലിന്റെ കാര്യം പറയാം, ചെയ്തതിന്റെ അപാകത പറയാം, സംസാരത്തിൽ വന്ന ന്യൂനതകൾ പറയാം. പക്ഷേ മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ നീ പ്രശംസിച്ച് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാൾ കൂടെ നിൽക്കുമ്പോൾ, അത് സ്വന്തം പിതാവാകട്ടെ, മാതാവാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇവളുടെ ഏറ്റവും അടുത്ത ബന്ധുവാകട്ടെ, പാസ്റ്ററാകട്ടെ, അടുത്ത് നിൽക്കുമ്പോൾ ഇവളെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അത് സഹിപ്പാൻ സ്ത്രീജനം ബലഹീന പാത്രമാണ്. അതിനുള്ള ശക്തി അവർക്കില്ല. ആയതുകൊണ്ട് അവർ ബലഹീന പാത്രം എന്നറിഞ്ഞ് അവർക്ക് എപ്പോഴും ബഹുമാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തുതി ആരാധന നിർത്തണ്ട. ആമേൻ. സ്തുതി കൂടിയാൽ പ്രസംഗം പെട്ടെന്ന് നിർത്തും. സ്തുതി കുറഞ്ഞാൽ സ്തുതി കൂട്ടാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ഭാര്യയെ നീ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ഭാരപ്പെടുത്തിയ ഏതെങ്കിലും സന്ദർഭമുണ്ടായാൽ, ഭക്ഷണം കഴിക്കാതെ ഉപവാസമാണെന്ന് പറഞ്ഞ് ഇവൾ സാരി മുറുക്കി ഉടുത്ത് ഉമനീരും ഇറക്കി ബെഡ്റൂമിൽ വരാതെ അകന്നകന്ന് നിൽക്കുന്ന കണ്ടാൽ നീയും അതിന് ആയുസ് കൊടുക്കരുത്. ഇവിടെ കൈക്ക് പിടിക്കണം. നീ എന്താ കാര്യമെന്ന് നീ ആരായണം. എന്നിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, നീ വാ തുറന്ന് ഇവളോട് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ നടത്തണം. രണ്ടുപേരും ഊമത്തം ചമഞ്ഞ് സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കരുത്. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ വിഷയമാണ്. ജോലി കഴിഞ്ഞ് വന്നാൽ അന്ന് പകൽ ഹോസ്പിറ്റലിൽ സംഭവിച്ചത്, കമ്പനിയിൽ സംഭവിച്ചത്, ഓഫീസിൽ സംഭവിച്ചത് തമ്മിൽ ഷെയർ ചെയ്യണം. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പരിഹാരം കർത്താവ് തരുമെന്ന് തമ്മിൽ ആശ്വാസമാക്കി പറയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതൊക്കെയാണ് കുടുംബജീവിതത്തിന്റെ പവിത്രത എന്ന് പറയുന്നത്. അടുക്കളയിൽ നീയും ഇവളെ സഹായിക്കണം. ഒരു ചായ ഇടുന്നതിൽ, കറി വെക്കുന്നതിൽ, സ്തോത്രം അല്പം അരി വെച്ച് പാചകം ചെയ്യുന്നതിൽ, ഇവൾ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതിൽ, പാത്രം ഒന്ന് കഴുകി വെക്കുന്നതിൽ ഒക്കെ സ്തോത്രം. നീ വീട്ടിലെ വലിയേട്ടനാകരുത്. നീ തുല്യ പാർട്ട്ണർഷിപ്പിൽ ഇവളോട് ചേർന്ന് എല്ലാം ചെയ്യണം. കാരണം ഇവളും അധ്വാനിച്ച് വീട്ടിൽ നന്മ കൊണ്ടുവരുന്നു, നീയും അധ്വാനിച്ച് വീട്ടിൽ നന്മ കൊണ്ടുവരുന്നു. അതിന്റെ ഒരു ശിക്ഷയായി നീ ഇവൾക്ക് വീട്ടുജോലിയും കൂടെ ഏൽപ്പിച്ചു കൊടുക്കാതെ തമ്മിൽ ഷെയർ ചെയ്ത് എല്ലാം ചെയ്ത് മനോഹരമാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്റെ അമ്മ നിനക്കതിന് ട്രെയിനിങ് തന്നില്ലെങ്കിൽ ആ ട്രെയിനിങ് ഇന്നു മുതൽ മോൻ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ കൈക്ക് പിടിച്ച് പറയണം, ഐ ആം റോങ്, ഞാൻ തെറ്റിപ്പോയി. സ്തോത്രം.
ഡെയ്സി, നീ എന്നോട്, എനിക്ക് ദുഃഖമുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം. തമ്മിൽ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കുക, കടപ്പെട്ടത് ചെയ്യുക, അതിലൊരു ലജ്ജയും വേണ്ട. ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പായത്, ഇടയ്ക്ക് വെച്ച് നിർത്താനൊക്കത്തില്ല. ഇവൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീക്ക് നീ ഭർത്താവായാൽ നിനക്ക് ക്രിസ്തുനാഥൻ മർക്കോസ് സുവിശേഷം 11 11 വേദഭാഗത്തിൽ നിനക്കിടുന്ന പേര് വ്യഭിചാരി എന്നാണ്. അഡൽറ്ററി അവിടെ ഉളവാകുന്നു. നിന്റെ ഭാര്യ ജീവിച്ചിരിക്കും കാലഘട്ടത്തിൽ സുപ്രീം കോർട്ടിൽ നിന്നും വിവാഹമോചന സർട്ടിഫിക്കറ്റ് നീ തരപ്പെടുത്തിയാലും നിന്നെ സൃഷ്ടിച്ച ദൈവം, ഈ വിവാഹം ഇന്ന് യോജിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം വിശുദ്ധ വചനത്തിൽ കൂടെ അരുൾ ചെയ്യുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുപോലെ മോളെ, നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷന് നീ ഭാര്യയായാൽ കർത്താവ് യേശുക്രിസ്തു നിനക്കിടുന്ന പേര് വ്യഭിചാരിണി എന്നാണ്. അഡൽറ്ററി ഉളവാകുന്നു. ആയതുകൊണ്ട് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കും കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പറഞ്ഞു തീർത്ത് ഒന്നാകുകയല്ലാതെ മറ്റ് പുരുഷ സ്ത്രീ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ വഴുതിപ്പോകരുത്. അഡൽറ്ററി ഉളവാകും. അങ്ങനെ ഉളവായാൽ 1000 തലമുറ വരെ ദൈവത്തിന്റെ ശിക്ഷ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവൻ കൊടുത്ത ഒരു പുണ്യാളനെ ഭൂമിയിലുള്ളൂ, അതാണ് അഖില ലോക രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മണവാട്ടി ഭൂമിയിൽ തന്നെത്താൻ ഒരുക്കം പ്രാപിക്കുന്നു. ആ മണവാട്ടിയെ മധ്യാകാശത്തിൽ വിശുദ്ധ ദൂതന്മാരോടൊപ്പം വേളി കഴിപ്പാൻ നമ്മുടെ പ്രാണനാഥൻ കടന്നു വരുവാൻ സമയമായി. ആ കൂട്ടത്തിൽ ഞാനും കാണും. അവന്റെ വലത്ത് ഭാഗത്ത് മണവാട്ടി പദവി അലങ്കരിക്കുവാൻ ഞാനും കാണും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പില്ലാത്ത ഒരു സഹോദരനോ സഹോദരിയാണ് നീയെങ്കിൽ നീ വഞ്ചിക്കപ്പെടരുത്. റൈറ്റ് നൗ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം സ്വീകരിക്കൂ ക്രിസ്തുവിനെ ഹൃദയത്തിൽ, അവനെ രക്ഷിതാവും കർത്താവുമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു യോർദാനിലേറ്റ സ്നാനം നീ ഏൽക്കൂ, അഭിഷേകം പ്രാപിക്കൂ, വേർപാട് വിശുദ്ധിയും ആചരിക്കൂ, അപ്പം നുറുക്കും കൂട്ടായ്മ ഏറ്റെടുക്കൂ, അപ്പോസ്തല ഉപദേശം കേൾക്കൂ. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ നിനക്കും ഒരു ദൈവസഭാംഗമാകാം. കർത്താവിന്റെ വരവിൽ നീയും അവിടെ കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയും ആചരിക്കട്ടെ. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വലതുഭാഗത്ത് അവർ മണവാട്ടികളായി കാണട്ടെ ഞങ്ങളോടൊപ്പം. അതിനായി സദസ്സിനെ പാദവിടം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ ഭരണിക്കാവ് സഭാംഗമായ കർത്തൃമകൻ, സ്തോത്രം, ഞങ്ങളുടെ അലക്സാണ്ടർ പാസ്റ്ററുടെ മകൻ, ഞങ്ങളുടെ ലില്ലിക്കുട്ടിയ മാമയുടെ വാത്സല്യ മകൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ജോ അലക്സ് ശാമുവേൽ, എഴുന്നേറ്റ് നാട്ടുമോനെ. അതുപോലെ തന്നെ കടപ്ര TPM സഭാംഗമായ വാത്സല്യ കർത്തൃദാസൻ ശാമുവേൽ കുട്ടി അന്നമ്മ ദമ്പതികളുടെ അനുഗ്രഹീത മകൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഡെയ്സി ശാമുവേൽ മോൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഇന്ന് ഈ 3-ാം കുറ്റി ദീപ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി അനുഗ്രഹിക്കണമെന്നുള്ളത് ചില ദിവസങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട 2 കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ. ഞങ്ങളുടെ ശാമുവേൽ പാസ്റ്റർ, സ്തോത്രം, കറക്റ്റായി തന്റെ ലോക്കൽ ചർച്ചിലും കേന്ദ്ര വസ്തുതകൾ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് എന്റെ വാത്സല്യ മകൻ, സ്തോത്രം, ഹല്ലേലൂയ, ജോ അലക്സ് ശാമുവേലിനോട് ഞാൻ ചോദിക്കുന്നു, മോനെ, വിശുദ്ധ വിവാഹത്തിൽ നിന്റെ സമീപേ നിൽക്കുന്ന ഈ സഹോദരി ഡെയ്സിയെ നിന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിക്കുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മോനെ? ഒന്നുമില്ല. കർത്താവ് മോനെ അനുഗ്രഹിക്കട്ടെ. ഒരു ഭർത്താവിന് ആവശ്യമുള്ള ദൈവകൃപ നിന്റെ മേൽ ധാരാളമായി കർത്താവ് ചൊരിയട്ടെ. മോളെ ഡെയ്സി, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ജോ അലക്സ് എന്ന ഈ യുവാവിന് കൈകൊടുത്ത് വിശുദ്ധ വിവാഹത്തിൽ അദ്ദേഹത്തെ നിന്റെ വാത്സല്യ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തടസ്സമായി മോളുടെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മോളെ?
ഒന്നുമില്ല. മോളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ഭാര്യയ്ക്ക് ആവശ്യമുള്ള സകല കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ എന്റെ പൊന്നുമോക്ക് ദാനം ചെയ്യട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം കൂടെ ഞാൻ മക്കളോട് ചോദിക്കുന്നു. മോനെ ജോ അലക്സ്, നിന്റെ സമീപം നിൽക്കുന്ന ഡെയ്സി എന്ന ഈ യുവതിക്ക് കൈകൊടുത്ത് വിശുദ്ധ വിവാഹത്തിൽ അവളെ നിന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിപ്പാൻ മോന് സമ്മതമാണോ? കർത്താവ് നിനക്ക് നൽകുന്ന ആയുഷ്കാലം മുഴുവൻ അവളോട് മാത്രം ചേർന്നിരുന്ന് അവളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പോറ്റിപ്പുലർത്തി ഒരു വിശ്വസ്ത ഭർത്താവിന്റെ കടമ തിരുവചന മനഃശാസിക്കും പ്രകാരം കർത്തൃകൃപയിൽ ശരണപ്പെട്ട് നിർവഹിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സഭയെയും ദൂതന്മാരെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ വലങ്കരം കൊടുത്ത് അവളോട് ഉഭയസമ്മതം ചെയ്യുവാൻ മോനെ കഴിയുമോ? കർത്താവ് മോനെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ നിന്റെ മേൽ ധാരാളമായി ചൊരിയട്ടെ. ജനമെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കാം. ഗ്ലോറി. വളരെ സ്തോത്രം. ഗൗരവമുള്ള സന്ദർഭമാണ്. കർത്താവ് അപ്പച്ചൻ ഇറങ്ങി വന്ന് ഷെഖേനെ വ്യാപരിപ്പിക്കുന്ന സന്ദർഭമാണ്. ആരാധന വെളിപ്പെട്ടു വരട്ടെ. മോളെ ഡെയ്സി, അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ സമീപം നിൽക്കുന്ന ജോ അലക്സ് എന്ന യുവാവിന് കൈകൊടുത്ത് വിശുദ്ധ വിവാഹത്തിൽ അദ്ദേഹത്തെ നിന്റെ വാത്സല്യ ഭർത്താവായി സ്വീകരിക്കുവാൻ മോക്ക് സമ്മതമാണോ? കർത്താവ് നിനക്ക് നൽകുന്ന ആയുഷ്കാലം മുഴുവൻ അദ്ദേഹത്തോട് മാത്രം ചേർന്നിരുന്ന് അദ്ദേഹത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ശ്രദ്ധിക്കുമോളെ കീഴ്പ്പെട്ട് അനുസരിച്ച് ഭയപ്പെട്ട് ഒരു വിശ്വസ്ത ഭാര്യയുടെ കടമ തിരുവചന മനഃശാസിക്കും പ്രകാരം കർത്തൃകൃപയിൽ ശരണപ്പെട്ട് നിർവഹിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സഭയെയും ദൂതന്മാരെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ വലങ്കരം കൊടുത്ത് അദ്ദേഹത്തോട് ഉഭയസമ്മതം ചെയ്യുവാൻ മോക്ക് കഴിയുമോ? കർത്താവ് മോളെ അനുഗ്രഹിക്കട്ടെ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ എന്നും കനിവുള്ള ദൈവമേ, നിന്നടി കാനാവിൽ പന്തൽ പണ്ടലങ്കരിച്ചു, നിന്നടി കാനാവിൽ പന്തൽ പണ്ടലങ്കരിച്ചു, അന്നു രസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നു രസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്തു എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്തു എന്നും കനിവുള്ള ദൈവമേ. വിവാഹ ശുശ്രൂഷയുടെ പാവനമായ ഉഭയസമ്മത ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സഹോദരിമാർ വിശുദ്ധ വേദപുസ്തകം നിഷ്കർഷിക്കും വിധം തലയിൽ തുണിയിട്ട് ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും പാസ്റ്റേഴ്സും ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന സന്ദർഭമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അതിന് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവമാണ് ഈ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കുന്നത്. കർത്താവ് യോജിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാകുവാൻ ഒരാരാധന വെളിപ്പെടണം. ആരാധനയിലാണ് കർത്താവിന്റെ എഴുന്നള്ളത്ത് നടക്കുന്നത്. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം. ആരാധനയുടെ മധ്യത്തിലാണ് ഇവർ കൈകൊടുക്കുന്നത്. ആരാധനയിലാണ് ആത്മാവാം ദൈവം ഈ അദൃശ്യ മനസ്സുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഒരിക്കലും വേർപിരിയുവാൻ കഴിയാത്ത വിധത്തിൽ. അങ്ങനെയെങ്കിൽ ഗായക സംഘം പ്രിയ മക്കൾ സ്തോത്രം ഹൈപ്പിച്ചിൽ ഹല്ലേലൂയയുടെ കോറസ് പാടി ഒരാരാധനയിലേക്ക് 2 മിനിറ്റ് മാത്രം ഈ സദസ്സിനെ ഉയർത്താം. ശബ്ദമുയർത്തി ആ സമയത്ത് എല്ലാവരും കൈ ഉയർത്തി വീശി ആരാധനയിൽ പങ്കെടുക്കാം. തങ്ങളുടെ വലങ്കരം ഉയർത്തി വീശി എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കാം. എല്ലാവരും വലങ്കരം ഉയർത്തി വീശി
നമ്മെ കൊടുത്താട്ടെ മക്കളെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പാടാം. സദസ്സിന് നന്ദി. മോനെ ചൊല്ലിച്ചിരുന്ന ഉഭയസമ്മത വാചകം ആദ്യം മോനും രണ്ടാമത് മോളും അല്പശബ്ദമുയർത്തി സ്ഫുടമായി ചേർന്ന് ചൊല്ലുവാൻ ഓർപ്പിക്കുന്നു. ജോ അലക്സ് ശാമുവേൽ ആകുന്ന ഞാൻ, ഡെയ്സി ശാമുവേൽ ആകുന്ന നിന്നെ വിശുദ്ധ വിവാഹത്തിൽ എന്റെ വാത്സല്യ ഭാര്യയായി ഞാൻ സ്വീകരിച്ചു കൊള്ളുന്നു. മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മറ്റേതൊരു സാഹചര്യത്തിലും ഞാൻ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പോറ്റിപ്പുലർത്തി ഒരു വിശ്വസ്ത ഭർത്താവിന്റെ കടമ തിരുവചനം അനുശാസിക്കും പ്രകാരം കർത്തൃകൃപയിൽ ശരണപ്പെട്ട് നിർവഹിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സഭയെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ വലങ്കരം തന്ന് ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നീ മണവാട്ടിയായി എടുക്കപ്പെടുന്നതിന് തടസ്സമായി നിന്റെ വിശ്വാസ ജീവിതത്തിന് വിരോധമായോ നിന്റെ സമർപ്പണ ജീവിതത്തിന് വിരോധമായോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വേദപുസ്തക പ്രമാണം വിട്ട് നിനക്കെതിരെ ഞാൻ പ്രവർത്തിക്കയില്ല എന്ന് ഈ മാന്യ സദസ്സിൽ വെച്ച് എന്റെ വലങ്കരം തന്ന് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. മോനെ ജോ, നിന്റെ ഉഭയസമ്മതത്തിന് ഞങ്ങളും സാക്ഷികളത്രേ. ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഡെയ്സി ശാമുവേലാകുന്ന ഞാൻ, ജോ അലക്സ് ആകുന്ന അങ്ങേ വിശുദ്ധ വിവാഹത്തിൽ എന്റെ വാത്സല്യ ഭർത്താവായി ഞാൻ സ്വീകരിച്ചു കൊള്ളുന്നു. മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മറ്റേതൊരു സാഹചര്യത്തിലും ഞാൻ അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഭയപ്പെട്ട് ഒരു വിശ്വസ്ത ഭാര്യയുടെ കടമ തിരുവചനം അനുശാസിക്കും പ്രകാരം കർത്തൃകൃപയിൽ ശരണപ്പെട്ട് നിർവഹിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സഭയെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ വലങ്കരം തന്ന് ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ അങ്ങ് മണവാട്ടിയായി എടുക്കപ്പെടുന്ന തടസ്സമായി അങ്ങയുടെ വിശ്വാസ ജീവിതത്തിന് വിരോധമായോ അങ്ങയുടെ സമർപ്പണ ജീവിതത്തിന് വിരോധമായോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വേദപുസ്തക പ്രമാണം വിട്ട് അങ്ങയ്ക്കെതിരെ ഞാനും പ്രവർത്തിക്കയില്ല എന്ന് ഈ മാന്യ സദസ്സിൽ വെച്ച് പരസ്യമായി എന്റെ വലങ്കരം തന്ന് വാഗ്ദത്തം ചെയ്യുന്നു. മോളെ ഡെയ്സി, നിന്റെ ഉഭയസമ്മതത്തിന് ഞങ്ങളും സാക്ഷികളത്രേ. ജനമെല്ലാം ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഗ്ലോറി
പുറമേ കാരാരേഴു സാക്ഷിനിൽക്കും നിന്മനമേ സ്വർഗസ്ഥരേ ദമ്പതികൾ കാശവാദം ഏകിരത്തി ഭാഗ്യവാൻ ദൈവം സംയോജിപ്പിച്ചതാ ദൈവം സംയോജിപ്പിച്ചതാ. ഈസോപ്പ് ചെടിയുടെ തണ്ട് ആട്ടുകൊറ്റന്റെയും പശുക്കിടാവിന്റെയും രക്തത്തിൽ മുക്കി പ്രമാണമേറ്റു വാങ്ങി ഇസ്രായേൽ മക്കളുടെ മേൽ ആ രക്തം ആ തണ്ടിൽ മുക്കി വീശി തളിച്ചിട്ട് മോശ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഈ പ്രമാണം ലംഘിച്ചാൽ മരണമാണ് ശിക്ഷയെന്ന്. എന്റെ നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ഇന്നീയും അനുഭവിക്കേണ്ട ശിക്ഷ ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് ഗൊൽഗോഥായിൽ ഏറ്റുവാങ്ങി അവസാനത്തുള്ള രക്തം വരെ നമ്മുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് വിലയായി കൊടുത്ത് പ്രാണൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം പ്രമാണം ഏറ്റുവാങ്ങിയ പുതുദിമ ഇസ്രായേലിന്റെ മേൽ തളിച്ചുകൊണ്ട് ഇവിടെയും ഉറപ്പ് നൽകുന്നു, പ്രമാണം ലംഘിച്ചാൽ ശിക്ഷയുണ്ടെന്ന്. ഈ ഉഭയസമ്മത പ്രമാണം, ഈ 10 ന്യായ പ്രമാണം പരസ്പരം കൈകൊടുത്ത് ചൊല്ലി അവസാനിപ്പിച്ച മക്കളെ, ഈ ഉഭയസമ്മത പ്രമാണത്തിന്റെ മേൽ അഭിഷിക്ത ദാസന്മാരായ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുഞ്ഞാടിന്റെ രക്തം വിശ്വാസത്താൽ തളിച്ച് ഈ ഉഭയസമ്മത പ്രമാണത്തെ ഞങ്ങളും ഇവിടെ മരണപര്യന്തം ഉറപ്പാക്കുന്നു 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 യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാം. ഗ്ലോറി. കൈവിട്ട മക്കൾ കസരുടെ ഭാഗത്തേക്ക് മാറി. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധന്മാരുടെ സദസ്സിൽ കടന്നു വന്ന് അഭിഷിക്ത ദൈവദാസന്മാരുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്താൽ ദൈവസഭ ഇവിടെ ആശീർവാദത്തോടും അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് മാതാപിതാക്കളുടെയും ചർച്ച ബന്ധുമിത്രാദികളുടെയും സഭാമക്കളുടെയും സാന്നിധ്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ പരസ്പരം കൈകൊടുത്ത് പ്രൈസ് ദി ലോർഡ് ഉഭയസമ്മതം ചെയ്ത് കൊടുത്താട്ട മക്കളെ, ഒരിക്കൽ കൂടെ സ്തോത്രം. ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്നുള്ള വിവരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സദസ്സിൽ ഞാൻ പരസ്യമായി പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. God hath joined together, let not man put asunder. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ജനമെല്ലാം കരമുയർത്തി 3 പ്രാവശ്യം ആമേൻ പറഞ്ഞ് ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചാട്ടെ. എല്ലാവരും ഗ്ലോറി. VCD മുതലായവ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 97 ഉത്തമ ക്രിസ്തീയ കുടുംബം എന്ന പുസ്തകം 300 പേജ് അടങ്ങുന്ന പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിന്റെ പരിഷ്കരിച്ച കോപ്പി ഇന്നും ബുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കുവാൻ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അനേക കുടുംബങ്ങളെ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടും താഴ്മയേറ്റുകൊണ്ടും അയോഗ്യൻ എന്ന് സമ്മതിച്ചുകൊണ്ട് അനേക കുടുംബങ്ങളെ ആശീർവദിപ്പാൻ കർത്താവ് ഈ എളിവന് ഭാഗ്യം നൽകി. അനേക കുടുംബങ്ങളെ കൗൺസിലിംഗ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അവർ രണ്ടുപേരെയും ഒറ്റയ്ക്കും കൂട്ടായും ഇരുത്തി കൗൺസിലിംഗ് ചെയ്ത് അവർ തകർന്നു പോകാതിരിപ്പാൻ വീണ്ടും അവരെ ധന്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ വസ്തുതകൾ ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്റ്റേജുകളിൽ ചെയ്ത പ്രസംഗങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളും ഉത്തമ ക്രിസ്തീയം എന്ന കുടുംബം എന്ന പുസ്തകത്തിലെ പ്രസക്തമായ ചില ഭാഗങ്ങളും കൗൺസിലിംഗ് ചെയ്തപ്പോൾ ലഭിച്ച വെളിപ്പെടുത്താമെന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഈ DVD 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രസംഗ പരമ്പര ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ട് ഇത് കാണുവാനും കേൾക്കുവാനും ഞാൻ നിങ്ങളെ നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ 1 മാസത്തിനകം നിങ്ങൾ രണ്ടുപേരും അതിന് അവസരമെടുക്കണം. ഡേസി, എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്.
എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുന്നല്ലോ. ഇതൊരെണ്ണം വേണോ? വേണോ? ഓക്കെ, ചിരിച്ചാ തരാം. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെക്കിടക്കും അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകും വിശേഷ ഫലങ്ങൾ കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ വിശിഷ്ട ഫലങ്ങൾ കൊണ്ടും ഭൂമിയിലെ സകല നന്മകളാലും ആത്മീയ ഭൗതിക ശാരീരിക സ്വർഗീയ അനുഗ്രഹത്താലും. മോനെ ജോ, മോളെ ഡെയ്സി, നിങ്ങളെ ഇരുവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകട്ടെ. ദൈവസഭയ്ക്ക് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അല്ല, യേശുക്രിസ്തുവിന്റെ വരവരെ നിങ്ങൾ നിങ്ങളുടെ തലമുറയും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന് ശേഷം നിങ്ങളോ ഞാനോ വിടിരിക്കുന്ന ദൈവമക്കൾ ആരും തന്നെ ഭൂമിയിൽ കാണരുത്. നമുക്ക് നിത്യതയിൽ കാണണം. ആ ലക്ഷ്യം സ്തോത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ധന്യമായ കുടുംബജീവിതം ഇന്ത്യ ദൈവസഭാ നേതൃത്വം നിങ്ങൾക്ക് കൈമാറുന്നു. അതോടൊപ്പം ഈ DVD-യും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എല്ലാവരും കരമടിച്ച് അവരെ അഭിനന്ദിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നന്നായി ഒരുങ്ങിയാണ് ഞങ്ങളുടെ ജോ ഇവിടെ വന്നത്. ആദ്യമായി ഇട്ട കോട്ട്, പ്രൈസ് ദി ലോർഡ്, ആദ്യമായി കെട്ടിയറ്റായി മേശയൊക്കെ നന്നായി ഒരുക്കി. മിസസ് ജോ അലക്സ്, എല്ലാവരും കരമടിച്ച് അവരെ അഭിനന്ദിക്കാം. ശബ്ദമുയർത്തി. ഗോഡ് ബ്ലസ് യു അമൻഡലി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മക്കളെ എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദേവൻ ആകാശം ഭൂമി ദേവദേവൻ സിയോനിൽ ഇന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നു, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നു. ഈകത്തെ മംഗളങ്ങൾ മേൽമേലാ, ഈകത്തെ മംഗളങ്ങൾ മേൽമേലാ, ഈകത്തെ മംഗള